ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൺ ക്വസ്റ്റ്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ഇടാമോ ചേച്ചി എന്ന ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു. പല ടൈപ്പ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണ ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുതേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷ്മി നായർ അവരുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. അന്ന് മുതൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് ഈ ഒരു റെസിപ്പിയിലുള്ള ചിക്കൻ ഫ്രൈ തന്നെയാണ്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റും 1/2 കിലോ നോർമൽ ചിക്കൻ പീസസുമാണ് എടുത്തത്. ചിക്കൻ്റെ ബ്രസ്റ്റ് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പുപൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ അരിപ്പൊടി, 1.5 ടീസ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകം, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 കോഴിമുട്ട, 3 തണ്ട് കറിവേപ്പില, 3 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് വെളിച്ചെണ്ണ. കുഴച്ചെടുക്കാൻ പാകത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ ഓരോന്നായിട്ട് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കാശ്മീരി മുളക് പൊടി, കോൺഫ്ലോർ, അരിപ്പൊടി, എടുത്തു വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പെരുംജീരകം, വിനാഗിരി, ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ എരിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ കിച്ചൺ ടിപ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യുന്നുണ്ട്. 3 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത് ഈ 1 കിലോ ചിക്കന് പാകമായിട്ടുള്ള എരിവാണ്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. പിന്നെ ഓരോ വറ്റൽ മുളകിൻ്റെ എരിവ് അനുസരിച്ച് അത് എരിവ് കൂടുകയും കുറയുകയും ചെയ്യാം. ഇപ്പം ഇതെല്ലാം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. മസാല എല്ലാം ചിക്കനിലേക്ക് പിടിക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതനുസരിച്ച് നമ്മുടെ ചിക്കൻ ഫ്രൈഡ് ടേസ്റ്റും കൂടുതലായിരിക്കും. ഞാനിത് മാരിനേറ്റ് ചെയ്ത് ഏകദേശം 4 മണിക്കൂറിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ചിക്കൻ ഫ്രൈഡ് ആ ഒരു നല്ല രുചി കിട്ടുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഒരു പകുതി കുക്കായി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരാനുണ്ട്. ആ സ്മെല്ലിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ചിക്കൻ ഫ്രൈഡ് ടേസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത്. എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായ ശേഷം നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഒരു ഓട്ടക്കോരി വെച്ചിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണയിൽ ഉണ്ടാവുന്ന ഈ ജീരകത്തിൻ്റെയും കറിവേപ്പിലയും ഒക്കെ ഉണ്ടാവും. അതെല്ലാം നമുക്ക് കോരി മാറ്റിയ ശേഷം വേണം അടുത്ത റൗണ്ട് ചിക്കൻ പൊരിച്ചെടുക്കാൻ. അങ്ങനെ നല്ല അടിപൊളി നാടൻ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയുകയും വേണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.